അപ്പം ഞങ്ങൾ കായൽ എന്നു പേരുള്ള ഒരു പുതിയ ചാനൽ ഇവിടെ ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ഈ പുഴയോടും കായലുകളോടും എല്ലാം വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആ പേര് കായൽ ബാക്ക് വാട്ടേഴ്സ് എന്നുള്ള സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ ഈ ഒരു വള്ളം ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒരു വള്ളത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ ചിറകടിച്ച് പറന്ന് പോകുന്ന ഒരു ടൈപ്പ് വള്ളമാണ്. പിന്നെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയാക്ക് കാറ്റഗറിയിലുള്ളതാണ്. അതായത് രണ്ട് സൈഡിലും തുഴ വെച്ച് രണ്ട് സൈഡും വെച്ച് തുഴഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വള്ളം. ഈ ഒരു പർട്ടിക്കുലർ വള്ളം 2 പേർക്ക് കയറാം. ഏകദേശം ഒരു 4 മീറ്റർ നീളമുണ്ട്. ഒരു അമേരിക്കൻ ബ്യൂട്ടിയാണ്. ഹോബി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഉണ്ടാക്കുന്ന കയാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കയാക്കുകളെ വെച്ച് നോക്കുമ്പം ഇതിനെ സൈക്കിൾ ചവിട്ടുന്നത് പോലെ ചവിട്ടി വെള്ളത്തിൽ കൂടെ നമുക്ക് പോകാം. അപ്പോൾ ആ ഒരു സിസ്റ്റം, ആ ഒരു പെഡൽ സിസ്റ്റമാണ് ഇതിൻ്റെ വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യം. അത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു സംഭവമാണ് ഈ വള്ളത്തിനെ ബാക്കി കയാക്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു യുണീക്ക് സംഭവമായിട്ട് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളത്തിനെ നമുക്ക് സൈക്കിൾ ചവിട്ടുന്നത് പോലെ വെള്ളത്തിലൂടെ ചവിട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ ഈ സാധാരണ കാണുന്ന വള്ളത്തിലൊക്കെ ഈ പ്രൊപ്പല്ലർ വെച്ചിട്ട് ഇങ്ങനെ കറക്കി വച്ചിട്ടാണ് ഫ്രണ്ടിലോട്ട് പോകുന്നത്. ആ ഒരു സിസ്റ്റമേ അല്ലിത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ ചവിട്ടുമ്പോൾ അത് കാണാവുന്നത് പോലെ ഇങ്ങനെ വെള്ളത്തിൽ ചിറകടിക്കും ഇങ്ങനെ. അപ്പോൾ ആ ചിറക് വീശി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ പറന്നു പോകുന്ന ഒരു ടൈപ്പ് വള്ളമാണിത്. അപ്പോൾ ഇതിന് കാണാവുന്ന പോലെ 2 ചിറകുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനേഴ്സ് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മദർ നേച്ചറിലേക്ക് തന്നെയാണ് തിരിഞ്ഞു നോക്കിയത്. എപ്പോഴും മദർ നേച്ചർ ഇൻസ്പിറേഷൻസിൻ്റെയും ഐഡിയാസിൻ്റെയൊക്കെ ഒരു അന്തമില്ലാത്ത കലവറ തന്നെയാണല്ലോ. അപ്പം അതിലെ പല ജീവികളെയും അവർ സ്റ്റഡി ചെയ്തിട്ട് അവസാനം പെൻഗ്വിൻ എന്ന് പറയുന്ന പക്ഷി വെള്ളത്തിനടിയിൽ കൂടെ ഫാസ്റ്റായിട്ട് പോകുന്നത് അവയുടെ ചിറക് ഫ്ലിപ്പേഴ്സ് എന്ന് പറയുന്ന ആ ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്നും അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ചിറക് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ സാധാരണ കാണുന്ന പെഡൽ ചെയ്ത് പോകുന്ന ബോട്ടിനേക്കാളൊക്കെ ഒരു 3-4 ഇരട്ടി സ്പീഡിൽ ഈ വെള്ളം ചവിട്ടി പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേര് അവരിട്ടേക്കുന്ന മിറാജ് ഡ്രൈവ് എന്നാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അവരുടെ ആദ്യത്തെ ആ പഴയ സിസ്റ്റമാണ്. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റത്തിനകത്തൊക്കെ ഇത് റിവേഴ്സിലിടാവുന്ന വരെ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ ആ റിവേഴ്സിലിട്ട് കഴിഞ്ഞാൽ വെള്ളം റിവേഴ്സിലോട്ട് പോകുന്ന ടൈപ്പ് സിസ്റ്റമുണ്ട്. ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണത്, ഇൻസ്പയർഡ് ബൈ മദർ നേച്ചർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി വള്ളത്തെ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാൻ പറ്റും. പതുക്കെ തുളയ്ക്കാത്തൂടെ അവനെ വെക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് അത് ലോക്കായി, അത് 2 ലോക്കായി. പിന്നെ ആ സാധനം ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ അടിയിലെങ്ങനെയാണ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ വ്യക്തമായിട്ട് കാണാം ആ ചിറക് ആ വള്ളത്തിൻ്റെ അടിയോട് ചേർന്നിരിക്കുന്നത്. ഇനി അത് ചവിട്ടി കഴിയുമ്പോൾ കണ്ട അങ്ങനെ വരും. വെള്ളത്തിനടിയിലൂടെ ചിറക് വീശി പോകുന്ന പറക്കുന്ന ഒരു വള്ളം. ഒരു അമേസിങ് സംഭവം. ഇനി ഇതെങ്ങനെ വെള്ളത്തിൽ പെർഫോം ചെയ്യും എന്നൊന്ന് നോക്കാം. ഇതിനെ വെള്ളത്തിൽ ഇറക്കിയിരിക്കുകയാണ്. ഒരാൾക്ക് പോകാനുള്ള സെറ്റപ്പിലാണ് ഇപ്പം. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം.
ആ പെഡല് കറക്റ്റായിട്ട് ഇടാത്ത കൊണ്ടുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് ആ ഒച്ച. ചവിട്ടിൻ്റെ സ്പീഡ് അനുസരിച്ച് വള്ളത്തിൻ്റെ സ്പീഡും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. റിലാക്സ്ഡ് ആയിട്ടും ചവിട്ടാം, വർക്കൗട്ട് പോലെയും ചവിട്ടാം. നിങ്ങൾ ഈ കയാക്കിനെ കുറിച്ചുള്ള വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ സന്ദർശിക്കേണ്ട ഏറ്റവും മനോഹരമായ 10 സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത് തന്നെ ഈ കായലുകളും പുഴകളും നദികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതുപോലെ ഒരു ബാക്ക് വാട്ടർ കായൽ സിസ്റ്റം, പുഴ, നദികൾ എന്നൊക്കെ ഉള്ളത് വളരെ അപൂർവം ചില ഏരിയാസിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ പുഴകളാണ് നമ്മുടെ ആസറ്റ്സ്. അവയെ നശിപ്പിക്കാതെ, മാലിന്യപ്പെടുത്താതെ നമുക്ക് സംരക്ഷിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം.